Shvetashvatara Upanishad. God, who is one only, is hidden in all beings. He is all pervading and is the inner self of all creatures. He presides over all actions and all beings reside in him. He is a witness and he is a pure consciousness free from the three gunas of nature. ശ്വേതാശ്വതര ഉപനിഷത്തിൽ നിന്നു ഉദ്ധരിച്ച ഭാഗം എല്ലാ ജീവികളിലും മറഞ്ഞിരിക്കുന്ന ഈശ്വരന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണെന്നും എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നുവെന്നും എല്ലാ സൃഷ്ടികളുടെയും ആന്തരികമായി സേവിക്കുന്നവനാണെന്നും അത് ഊന്നിപ്പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽ അധികാരവും അസ്തിത്വത്തിന്റെ ആത്യന്തിക സ്രോതസ്സുമാണ് ആയാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മറികടക്കുന്ന ശുദ്ധമായ ബോധമാണ് ദൈവം എന്ന് പ്രസ്താവിക്കുന്നു. സ്വത്വ ശുദ്ധി, രജസ് പ്രവർത്തനം, തമസ് ജഡത്വം. സർവ്വവ്യാപിയായ ദൈവത്തിന്റെ സാന്നിധ്യവും ബോധത്തിന്റെ ആത്യന്തിക സ്രോതസ്സും എന്ന നിലയിൽ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ഇത് പരിവേഷണം ചെയ്യുന്നു. ശ്വേതാശ്വതര ഉപനിഷത്തിന്റെ പഠിപ്പിക്കലുകൾ ഹിന്ദു തത്വചിന്തയുടെ പഠനത്തിൽ ആത്മീയ അന്വേഷകരെയും തത്വചിന്തകരെയും പ്രചോദിപ്പിക്കുന്നു. വേദങ്ങൾ 4: ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദ. ഉപനിഷത്ത് 108 ഉപനിഷത്ത്. സീക്രട്ട് സിറ്റിംഗ്, സീക്രട്ട് നോളജ് ടു ബി ടോട്ട് ടു എ വർത്തി സൺ ഓർ സ്റ്റുഡൻറ്റ്. ശ്വേതേശ്വതര ഉപനിഷത്ത്. പ്രിൻസിപ്പൽ ഉപനിഷത്ത്, ബൃഹത് ആരണ്യക ഉപനിഷത്ത്, ചാന്തോഗ്യ ഉപനിഷത്ത്, കേന ഉപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്ത്, ഐതരേയ ഉപനിഷത്ത്, ചാന്തോഗ്യ ഉപനിഷത്ത്, മുണ്ടക ഉപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത്, ശ്വേതേശ്വതര ഉപനിഷത്ത് എന്നിവയാണ്. ഉപനിഷത്തുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാന വിഷയങ്ങൾ ബ്രഹ്മം, ആത്മ, രക്ഷയുടെ മാർഗങ്ങൾ എന്നിവയാണ്. ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമായ ഉപനിഷത്തുകളിൽ ആഴത്തിലുള്ള ആത്മീയവുമായ പഠിപ്പിക്കലുകൾ അടങ്ങിയിരിക്കുന്നു. 108 ഉപനിഷത്തുകൾ ഉണ്ട്. എന്നാൽ പ്രധാന ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് താഴെ പറഞ്ഞവ ആണ്. മേജർ തീംസ് ഓഫ് ഉപനിഷത്ത് ആർ ബ്രഹ്മൻ, ആത്മൻ, മീൻസ് ഓഫ് സാൽവേഷൻ. ഉപനിഷത്ത് സിറ്റിംഗ് നിയർ ദ ടീച്ചർ. ഹൈന്ദവ തത്വചിന്തയുടെയും ആത്മീയതയുടെയും അടിസ്ഥാനമായ പുരാതന ദാർശനിക ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ഉപനിഷത്തുകൾ. വേദാന്ത പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അവ ഇന്ത്യൻ സംസ്കാരത്തിലും ആത്മീയതയിലും അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉപനിഷത്തുകളുടെ അടിസ്ഥാന പഠിപ്പിക്കലുകൾ ഒന്നാണ് പരസ്പര ബന്ധവും എല്ലാ അസ്തിത്വത്തിൻ്റെയും ഏകത്വം. എല്ലാ ജീവജാലങ്ങളും പരസ്പര ബന്ധിതമാണെന്നും സാർവത്രിക ബോധത്തിന്റെ അല്ലെങ്കിൽ ദൈവിക സത്തയുടെയും ഭാഗമാണെന്ന് അവ ഊന്നി പറയുന്നു. ഈ ധാരണ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഇടയിൽ ഐക്യത്തിന്റെ ബോധം വളർത്തുന്നു. ഇത് ലോക സമാധാനത്തിന്റെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും അന്തർലീനമായ പരസ്പര ബന്ധം ആളുകൾ തിരിച്ചറിയുമ്പോൾ അത് സഹാനുഭൂതി, അനുകമ്പ, എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം എന്നിവ ഉണ്ടാകുന്നു. വിചിന്തനം, ധ്യാനം, ആത്മപരിശോധന എന്നിവയിലൂടെ അറിവും ജ്ഞാനവും സ്വയം കണ്ടെത്തലും തേടാനും അവ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ഉപനിഷത്തുകൾ ധാർമ്മികമായ മൂല്യങ്ങൾക്ക് ഊന്നിപ്പറയുന്നു. സത്യസന്ധത, അഹിംസ, അനുകമ്പ, എല്ലാ ജീവജാലങ്ങളോടും ബഹുമാനം തുടങ്ങിയ ഗുണങ്ങൾക്കായി വാദിക്കുന്നു. ഉപനിഷത്തുകൾ യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം, ജീവിതത്തിന്റെ ഉദ്ദേശം, പരമമായ സത്യം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. Upanishad refers to the spiritual knowledge obtained by disciples sitting near the realized guru that destroys the ignorance of disciples. ഹിന്ദുമതത്തിലെ ഏറ്റവും പുരാതന ഗ്രന്ഥമായ വേദങ്ങളുടെ ദാർശനികവും ആത്മീയവുമായ സാരാംശം ഉൾപ്പെടുത്തുന്ന പുരാതന ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ഉപനിഷത്ത്. വേദവിജ്ഞാനത്തിന്റെ പര്യവസാനമായി കണക്കാക്കപ്പെടുന്നവ പലപ്പോഴും വേദാന്തം എന്ന് വിളിക്കപ്പെടുന്നു. അതിനർത്ഥം വേദങ്ങളുടെ അവസാനം അല്ലെങ്കിൽ വേദങ്ങളുടെ സാരാംശം. ഉപനിഷത്സ് ആർ ദ വേദാന്ത എസൻസ് ഓഫ് വേദാസ്. Upanishads are essentially in the form of stories and dialogues such as those of Yamam, Nachiketa, Varuna, Bhrigu, Yajnavalkya, Maitreyi, etc. ഉപ സമീപം, നീ താഴേക്ക്, ഷാദ് ഇരിക്കുക എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. ആത്മീയ അറിവ് മാർഗനിർദ്ദേശവും ലഭിക്കുന്നതിന് സാക്ഷാത്കരിച്ച ഗുരുവിന്റെ സമീപം ശിഷ്യന്മാർ ഇരിക്കുന്ന പരിശീലനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ആത്മനിഷ്ഠയുടെ യഥാർത്ഥ സ്വഭാവം മറയ്ക്കുന്ന അജ്ഞതയെയും വ്യാമോഹത്തെയും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഈ പ്രബുദ്ധരായ ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്ന ഉപദേശങ്ങളാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ കഥകൾ, സംഭാഷണങ്ങൾ, ഋഷിമാർ, ദേവതകൾ, വിജ്ഞാനാന്വേഷകർ എന്നിവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇത് യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം, സ്വയം, ആത്മൻ, ആത്യന്തിക യാഥാർത്ഥ്യം, ബ്രഹ്മൻ എന്നിവ ഉൾപ്പെടെ അഗാധമായ മെറ്റാഫിസിക്കൽ, ഫിലോസഫിക്കൽ ആശയങ്ങൾ പരിവേഷണം ചെയ്യുന്നു. ഉപനിഷത്തുകളിലെ പ്രസിദ്ധമായ സംഭാഷണങ്ങളിൽ ഒന്നാണ് യമവും നചികേതയും.
അവിടെ യുവ അന്വേഷകരായ നചികേതൻ മരണത്തിന്റെ അധിപനായ യമനോട് ജീവൻ, മരണം, അമർത്യത എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഈ സംഭാഷണം അസ്തിത്വത്തിന്റെ ആഴമേറിയ വശങ്ങളും സ്വയത്തിന്റെ ശാശ്വത സ്വഭാവവും പരിവേഷണം ചെയ്യുന്നു. Upanishads are the super conscious experiences of Atman by several rishis and they form the foundation of Sanatana Dharma. The other two are Brahma Sutra and Bhagavad Gita. ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചകളും ആത്മസാക്ഷാത്കാരവും നേടിയ ജ്ഞാനികളായ മുനികളുടെ കോൺഷ്യസ് ആയിട്ടുള്ള അനുഭവങ്ങളായി ഉപനിഷത്തുകൾ കണക്കാക്കപ്പെടുന്നു. ഈ അനുഭവങ്ങൾ അഗാധമായ പ്രതീകാത്മകത, ഉപമ, കാവ്യാത്മക ഭാഷ എന്നിവയിലൂടെ പ്രകടിപ്പിക്കുന്നു. ഉപനിഷത്തുകൾ കൂടാതെ വേദാന്ത തത്വചിന്തയുടെ പ്രധാനപ്പെട്ട മറ്റ് 2 ഗ്രന്ഥങ്ങളാണ് ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും. വ്യാസൻ എഴുതിയ ബ്രഹ്മസൂത്രവും ഉപനിഷത്തുകളുടെ പഠിപ്പിക്കലുകൾ വിശദീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന സംക്ഷിപ്ത പഴഞ്ചൊല്ലുകൾ നൽകുന്നു. ഭഗവാൻ കൃഷ്ണനും യോദ്ധാവായ അർജുനനും തമ്മിലുള്ള പവിത്രമായ സംഭാഷണമാണ് ഭഗവത്ഗീത. ഉപനിഷത്തുകളുടെ സാരാംശം സമന്വയിപ്പിക്കുകയും നീതിപൂർവകവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശവും നൽകുന്നു. Upanishad deal with the fundamental questions about existence, life, creation, death, etc. Upanishad deal with nature of soul, universe and God and their relationship. The various system of philosophy, namely Advaita, Vishishtadvaita and Dvaita, refer to the Upanishad as the source material. What is that by knowing which everything in this universe will be known? Mundaka Upanishad. ഈ പ്രപഞ്ചത്തിലെ എല്ലാം അറിയുന്നത് എന്താണെന്ന് അസ്തിത്വത്തിന്റെ നിഗൂഢതകളെ അനാവരണം ചെയ്യാൻ കഴിയുന്ന അറിവിന്റെ ആത്യന്തിക ഉറവിടം കണ്ടെത്താനാണ് ഈ അന്വേഷണം ശ്രമിക്കുന്നത്. പരമസത്യത്തെക്കുറിച്ചുള്ള അറിവ് ഗ്രഹിക്കുകയും നേടുകയും ചെയ്യുന്നതിലൂടെ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും അന്തർലീനമായ ഐക്യത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നേടാൻ കഴിയുമെന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. ഓരോ ഉപനിഷത്തും അന്വേഷണത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ പരിവേഷണം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒന്നാണ് മുണ്ടകോപനിഷത്ത്. ഖേന ഉപനിഷത്ത്. Commanded by whom does the first vital breath force move forward? കേന ഉപനിഷത്ത് ആരുടെ കൽപ്പന പ്രകാരമാണ് ആദ്യത്തെ ജീവശ്വാസ ശക്തി മുമ്പോട്ട് പോകുന്നത്? ഈ അന്വേഷണം ജീവന്റെ ഉത്ഭവവും ഉറവിടവും അന്വേഷിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിലെ ശ്വാസത്തിന്റെയും സുപ്രധാന ഊർജത്തിന്റെയും പിന്നിലെ ചാലക ശക്തിയെ ചോദ്യം ചെയ്യുന്നു. ഉപനിഷത്ത് ജീവന്റെ സാരാംശവും എല്ലാ ജീവജാലങ്ങളെയും സജീവമാക്കുന്ന അന്തർലീനമായ ശക്തിയെ മനസ്സിലാക്കാൻ ആത്മപരിശോധനയും ധ്യാനവും പ്രോത്സാഹിപ്പിക്കുന്നു. When a person passes away, there is this doubt. Some hold that the person exists and some that the person does not. This I should like to know, instructed by you. Katha Upanishad. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ശാരീരിക മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംശയവും അനിശ്ചിതത്വവും ആണ് ഇത് അന്വേഷിക്കുന്നത്. ഉപനിഷത്ത് ശാശ്വതമായ സത്യത്തിന്റെ സ്വഭാവവും പരമമായ യാഥാർത്ഥ്യവുമായുള്ള ബന്ധവും അന്വേഷിച്ച് അതിന്റെ വ്യക്തതയും ധാരണയും നൽകാൻ ശ്രമിക്കുന്നു. അത് അനശ്വരതയുടെ സങ്കല്പത്തിലേക്കും ഭൗതിക മണ്ഡലത്തിനപ്പുറമുള്ള ആത്മാവിന്റെ യാത്രയിലേക്കും ആഴ്ന്നിറങ്ങുന്നു. പ്ലീസ് ഇൻസ്ട്രക്ട് മീ അബൌട്ട് ബ്രഹ്മൻ. തൈത്തിരീയ ഉപനിഷത്ത്. ബ്രഹ്മത്തെക്കുറിച്ച് എനിക്ക് ഉപദേശം തരൂ എന്ന അഭ്യർത്ഥനയോടെ ബ്രഹ്മം എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പരമോന്നത ബോധം അല്ലെങ്കിൽ കേവല സത്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ബ്രഹ്മത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനും സാക്ഷാത്കരിക്കാനുമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉപനിഷത്ത് വാഗ്ദാനം ചെയ്യുന്നു. ഭൗതിക ശരീരം മുതൽ മനസ്സിന്റെയും ബുദ്ധിയുടെയും സൂക്ഷ്മമണ്ഡലത്തിലേക്ക് ഉള്ള അസ്തിത്വത്തിന്റെ വിവിധ തലങ്ങളെ അത് പരിവേഷണം ചെയ്യുന്നു. Essence of Upanishadic teaching. Atman is the Antaryami, divine powers, the ultimate source of all the distinct aspects of external nature as well as inner faculties of humans and other beings. ഉപനിഷത്ത് അധ്യാപനത്തിന്റെ സാരാംശം മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ബാഹ്യപ്രകൃതിയുടെയും ആന്തരിക കഴിവുകളുടെയും ആന്തരിക സ്രോതസ്സായ ആത്മാവിന്റെ സങ്കല്പത്തെ ചുറ്റിപ്പറ്റിയാണ്. ഉപനിഷത്തുകൾ കേവലം ബൗദ്ധിക ധാരണയിലൂടെയോ ബാഹ്യ ആചാരങ്ങളിലൂടെയോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് അല്ല. കഠിനമായ അച്ചടക്കത്തിലൂടെയും തപസ്സുകളിലൂടെയും നേടിയെടുക്കുന്ന നേരിട്ടുള്ള വ്യക്തിപരമായ അറിവിലൂടെ മാത്രമേ അത് സാക്ഷാത്കരിക്കാൻ കഴിയൂ. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ആത്മീയ ആചാര്യനായ ഗുരുവിന്റെ മാർഗനിർദ്ദേശവും കൃപയും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പാതയിൽ അത്യന്താപേക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. ഗുരു ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു, അന്വേഷകനെ അവരുടെ യാഥാർത്ഥ്യ സ്വഭാവത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. Atman is to be realized. Anyone can, from direct personal knowledge through the practice of disciplines, austerities, of very arduous
and exacting nature. The grace and guidance of realized Guru is required. Atman thus realized in the pure space of the enlightened seer's heart is of the nature of indescribable bliss. ആത്മാവ് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അത് പ്രബുദ്ധനായ ദർശകന്റെ ഹൃദയത്തിന്റെ ശുദ്ധമായ സ്ഥലത്ത് വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ തിരിച്ചറിവ് വിവരണാതീതവും ആനന്ദവും അഗാധവും സംതൃപ്തിയും നൽകുന്നു. ഒരുവന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്കുള്ള ഉണർവിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധം തിരിച്ചറിയുന്നതിന്റെയും അവസ്ഥയാണ്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം ആത്മാവിനെ സാക്ഷാത്കരിക്കലാണെന്ന് ഉപനിഷത്ത് പഠിപ്പിക്കുന്നു. ഈ തിരിച്ചറിവിലൂടെയാണ് ഒരാൾ അഹംഭാവത്തിന്റെ പരിമിതികളെ മറികടക്കുകയും ദൈവീകതയും പ്രപഞ്ചവുമായുള്ള ആഴത്തിലേക്കുള്ള ഐക്യബോധം അനുഭവിക്കുന്നത്. ഈ തിരിച്ചറിവ് ഒരാളുടെ കാഴ്ചപ്പാടിലും അസ്തിത്വത്തെക്കുറിച്ചുള്ള ധാരണയിലും ഒരു പരിവർത്തനം കൊണ്ടുവരുന്നു. ലക്ഷ്യവും സമാധാനവും പൂർത്തീകരണവും നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദ ഹ്യൂമൻ ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് വിത്ത് ദ റിയലൈസേഷൻ ഓഫ് ആത്മൻ. Significance of Upanishad in maintaining world peace and sustainable development. Number 1, inner peace. The Upanishad provide deep spiritual insights that can help individuals cultivate inner peace, leading to a more peaceful world. ഉപനിഷത്തുകളുടെ പഠിപ്പിക്കലുകൾ പരിവേഷണം ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൽ ശാന്തതയും ഐക്യവും കണ്ടെത്താനാകും. അത് ആത്യന്തികമായി കൂടുതൽ സമാധാനപരമായ ലോകത്തിന് സംഭാവന നൽകും. യൂണിവേഴ്സൽ വാല്യൂസ്. The Upanishad emphasize universal human values such as truth, compassion and non-violence, which are essential for promoting peace and sustainable development. സമൂഹത്തിൽ സമാധാനവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സത്യം, അനുകമ്പ, അഹിംസ തുടങ്ങിയ മൂല്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ മൂല്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി, മനസ്സിലാക്കൽ, ബഹുമാനം എന്നിവ വളർത്തിയെടുക്കാൻ കഴിയും. എൻവയോൺമെന്റൽ അവയർനെസ്. ദ ഉപനിഷത്ത് ഹൈലൈറ്റ് ദ ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഓൾ ലൈഫ് forms and advocate for living in harmony with nature, promoting sustainable practices and environmental stewardship. പരിസ്ഥിതിക അവബോധം. ഭാവി തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സുസ്ഥിരമായ സമ്പ്രദായങ്ങളും പരിസ്ഥിതി പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കലുകൾ പിന്തുടരുന്നതിലൂടെ വ്യക്തികൾക്ക് ഭൂമിയെ പരിപാലിക്കുന്നതിലൂടെ കൂടുതൽ സമാധാനപരവും സുസ്ഥിരപരവുമായ ലോകത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. യൂണിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി. The Upanishad teach the concept of oneness or Brahman, emphasizing the unity underlying diversity. This promotes inclusivity, respect for diversity and peaceful coexistence. ഏകത്വവും ഉൾക്കൊള്ളലും. വൈവിധ്യത്തോടുള്ള ആദരവ്, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അന്തർലീനമായ പരസ്പര ബന്ധം തിരിച്ചറിയുന്നതിലൂടെ വ്യക്തികൾക്ക് ഒരു ഐക്യബോധം വളർത്താനാകും. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. The Upanishad offer guidance of self-development and self-realization, empowering individuals to become agents of positive change in their communities. ഉപനിഷത്തുകൾ സ്വയം വികസനത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചുമുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. വ്യക്തികൾക്ക് അവരുടെ ആന്തരികത പരിവേഷണം ചെയ്യാനും പരിമിതികളെ മറികടക്കാനും അവരുടെ മുഴുവൻ കഴിവുകളും അഴിച്ചുവിടാനുള്ള ഉപകരണങ്ങളും പ്രയോഗങ്ങളും അവർ നൽകുന്നു. എത്തിക്കൽ കണ്ടക്ട്. The Upanishad stress the importance of ethical behavior and social justice, leading to fair and equitable societies that foster peace and sustainable development. മനുഷ്യ ഇടപെടലുകളിൽ നീതി, സമത്വം, അനുകമ്പ എന്നിവയ്ക്കായി അവർ വാദിക്കുന്നു. ഇത് ന്യായവും തുല്യവുമായ സമൂഹങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നയിക്കുന്നു. നോളജ് ആൻഡ് ഇഗ്നോറൻസ്. വിദ്യ ആൻഡ് അവിദ്യ. Vidya is the Sanskrit term used in the Upanishad to refer to knowledge, specifically spiritual or transcendental knowledge. It represents the understanding of the true nature of reality, the self, and the ultimate truth. Avidya, on the other hand, the opposite of Vidya and refers to the ignorance or lack of knowledge. It represents the state of being unaware of the true nature of reality and the self, dualistic nature. The Upanishad teach that Vidya and Avidya exist as two opposing forces in the world. Vidya leads to liberation and enlightenment, while Avidya binds individuals to the cycle of birth and rebirth. വിദ്യയും അവിദ്യയും ഹൈന്ദവ തത്വചിന്തയിൽ പ്രത്യേകിച്ച് ഉപനിഷത്തുകളിൽ ആഴത്തിൽ വേരൂന്നിയ ആശയങ്ങളാണ്. അറിയുക എന്നർത്ഥം വരുന്ന വിദ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിദ്യ ആത്മീയമോ അതേന്ദ്രിയമോ ആയ അറിവിനെ സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിന്റെ യഥാർത്ഥ സ്വഭാവം, സ്വയം, ആത്യന്തിക സത്യം എന്നിവയെക്കുറിച്ചുള്ള ധാരണയെ ഇത് പ്രതിനിധീകരിക്കുന്നു. മറുവശത്ത് വിദ്യയുടെ വിപരീതമാണ് അവിദ്യ. ഇത് അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. യാഥാർത്ഥ്യത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് അറിയാത്ത അവസ്ഥയാണ് അവിദ്യ. ലൗകിക മോഹത്തോടുള്ള ആസക്തി, മിഥ്യാധാരണകൾ, അസ്തിത്വത്തിൻ്റെ ആഴത്തിലുള്ള സത്യത്തെക്കുറിച്ചുള്ള പരിമിതമായ ധാരണ എന്നിവയാണ് ഇതിൻ്റെ സവിശേഷത.
ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത് വിദ്യയും അവിദ്യയും രണ്ട് വിരുദ്ധ ശക്തികളായി ലോകത്ത് സഹവസിക്കുന്നു. അസ്തിത്വത്തിന്റെ ശാശ്വതമായ ദ്വൈത സ്വഭാവമായിട്ടാണ് അത് കാണുന്നത്. ആത്മീയ വളർച്ചയുടെ പാതയിൽ അവിദ്യയെ മറികടക്കുകയും വിദ്യയെ വളർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ അറിവും ധാരണയും നേടുന്നതിലൂടെ വ്യക്തികൾക്ക് അജ്ഞതയുടെ പരിമിതികളെ മറികടന്ന് മുക്തി നേടാനാകും. വിദ്യയും അവിദ്യയും സൈദ്ധാന്തിക സങ്കല്പങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഒരാളുടെ ജീവിതത്തിൽ പ്രായോഗിക പ്രത്യാഘാതങ്ങൾ ഉള്ളവയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Removal of avidya. The Upanishad emphasizes the importance of removing avidya through the acquisition of vidya. വിദ്യ നേടുന്നതിലൂടെ വ്യക്തികൾക്ക് ഭൗതിക ലോകത്തിന്റെ മിഥ്യാധാരണകളിൽ നിന്നും പരിമിതികളിൽ നിന്നും സ്വയം മോചിതരാകാം. സെൽഫ് റിയലൈസേഷൻ. വിദ്യ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ദ റെക്കഗ്നിഷൻ ഓഫ് വൺസ് ട്രൂ ഐഡന്റിറ്റി ആസ് ദ എറ്റേണൽ ഡിവൈൻ എസൻസ്. വിദ്യയ്ക്ക് ആത്മസാക്ഷാത്കാരവുമായി അടുത്ത ബന്ധമുണ്ട്. അതിൽ ഒരാളുടെ യഥാർത്ഥ സ്വത്വത്തെ ശാശ്വതവും ദൈവികവുമായ സത്തയായി തിരിച്ചറിയുന്നത് ഉൾപ്പെടുന്നു. Transformation and liberation. The Upanishad teach that the ultimate goal of human life is to attain liberation by transcending avidya and attaining vidya. ഉപനിഷത്തുകൾ അനുസരിച്ച് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷം നേടുക എന്നതാണ്. അവിദ്യയെ മറികടന്ന് വിദ്യ നേടുന്നതിലൂടെ ഈ മുക്തി ലഭിക്കുന്നു. അജ്ഞത നീക്കി ആത്മീയ അറിവ് സമ്പാദിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് കഷ്ടപ്പാടുകളുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ ആകും. Nature of education during the Upanishad period and the implication. Gurukula system. Education during the Upanishad period was primarily imparted through the Gurukula system. In this system, students lived with their teachers, Guru, in a secluded environment and received education in various subjects including philosophy, spirituality, ethics and practical skills. ഉപനിഷത്ത് കാലഘട്ടത്തിൽ പ്രാചീന ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രാഥമികമായ ഗുരുകുല സമ്പ്രദായത്തിലൂടെയാണ് നൽകിയിരുന്നത്. വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം. പുറം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറി അകന്ന ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ അധ്യാപകനൊപ്പം വിദ്യാർത്ഥികൾ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം തത്വചിന്ത, ആത്മീയത, ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. Oral tradition. Education in the Upanishad period relied heavily on the oral tradition. Students would listen and memorize the teachings of the teacher known as Guru Shishya Parampara. The emphasis was on direct transmission of knowledge from the teacher to the student. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് വാമൊഴി പാരമ്പര്യത്തെ ആശ്രയിക്കുക എന്നതായിരുന്നു. അധ്യാപകൻ വാക്കാലുള്ള അറിവ് വിദ്യാർത്ഥിക്ക് കൈമാറും. വിദ്യാർത്ഥി ശ്രദ്ധയോടെ കേൾക്കുകയും പഠിപ്പിക്കലുകൾ മനഃപ്പാഠമാക്കുകയും ചെയ്യും. ഗുരുശിഷ്യ പരമ്പര എന്നറിയപ്പെടുന്ന ഈ നേരിട്ടുള്ള പ്രക്ഷേപണ രീതി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിവിൻ്റെ സംരക്ഷണവും തുടർച്ചയും ഉറപ്പാക്കി. Spiritual and philosophical focus. The education during the Upanishad period had a strong focus on spiritual and philosophical teachings. പുരാതന ഇന്ത്യയിലെ തത്വചിന്തയുടെ ആദരണീയ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾ അക്കാലത്തെ വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ ഗ്രന്ഥങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം, ആത്യന്തിക സത്യം എന്നിവയെക്കുറിച്ച് അഗാധമായ ചോദ്യങ്ങൾ പരിവേഷണം ചെയ്തു. ഉപനിഷത്ത് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ശക്തമായ ആത്മീയവും ദാർശനികവുമായ ശ്രദ്ധയുണ്ടായിരുന്നു. അറിവ് പകർന്നു നൽകുക മാത്രമല്ല, വിനയം, ധാർമ്മികത, സമഗ്രത, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങൾ നട്ടുവളർത്തുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. എംഫസിസ് ഓൺ സെൽഫ് റിയലൈസേഷൻ. എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദിസ് പീരീഡ് aimed at helping students realize their true nature and attain liberation, moksha. It focused on inner transformation, self-discipline and the development of virtues like truth, compassion and self-control. Holistic approach. Education in the Upanishad period was not limited to intellectual learning. It aimed at the overall development of an individual, included physical, mental and spiritual aspects, practical skills, physical exercise and moral values. Individualized learning. Education in the Upanishad period recognized the uniqueness of each individual and allowed for individualized learning. Teachers tailored the teachings based on the students' abilities, interests and spiritual progress. മോക്ഷ, സെൽഫ് റിയലൈസേഷന് ഊന്നൽ നൽകിയിരുന്നു. സത്യം, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്നു. മൊത്തത്തിലെ ഹോളിസ്റ്റിക് അപ്രോച്ചിനായിരുന്നു പിന്തുടർന്നിരുന്നത്. പ്രാക്ടിക്കൽ സ്കിൽസ്, മോറൽ വാല്യൂസ്, ഫിസിക്കൽ എക്സസൈസ് ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ആയിരുന്നു അന്ന് നടന്നിരുന്നത്. Importance of inquiry and reflection. Students were encouraged to ask questions, engage in deep contemplation and reflect on the teachings. The Upanishad themselves are a testament
to the importance of inquiry and critical thinking in the pursuit of knowledge. അന്വേഷണത്തിൻ്റെയും പ്രതിഫലനത്തിൻ്റെയും പ്രാധാന്യം, ചോദിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, ആഴത്തിലുള്ള ധ്യാനത്തിൽ ഏർപ്പെടുക. അന്വേഷണത്തിൻ്റെ പ്രാധാന്യത്തിന് ഉപനിഷത്തുകൾ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ലോങ് ഡ്യൂറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. Education during the Upanishad period was not a short-term endeavor. Students would often spend several years or even decades under the guidance of the Guru, immersing themselves in the teaching and practices. Ethical and moral values. Education during this period emphasized the importance of ethical and moral values. Students were taught to live a righteousness and virtuous life, upholding principles such as non-violence, truthfulness, and compassion. Implications. The education system during the Upanishad period laid the foundation for the development of deep spiritual and philosophical traditions in India. It emphasized the pursuit of self-realization, the importance of holistic development, and the cultivation of moral values. These principles continue to influence Indian culture and education system to this day. Subject of study during Upanishad. Philosophy. The Upanishads primarily focused on philosophical inquiries into the nature of reality, the self, and the ultimate truth. They explored concepts such as Brahman, the individual self, and the relationship between the two. ഉപനിഷത്തുകൾ കർമ്മം എന്ന ആശയം അവതരിപ്പിച്ചു. അത് ഒരാളുടെ പ്രവൃത്തിക്ക് അവരുടെ ഭാവി അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്ന അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമാണ്. നല്ല ഫലങ്ങളും ആത്മീയ പുരോഗതിയും കൈവരിക്കുന്നതിന് നീതിയും ധാർമ്മികവുമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യം ഊന്നി പറയുന്നു. ലോകത്തിന്റെ മിഥ്യാധാരണയും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയെയും സൂചിപ്പിക്കുന്ന മായ എന്ന ആശയം ഉപനിഷത്തുകൾ പറയുന്നു. ഭൗതിക ലോകം താൽക്കാലികവും ക്ഷണികവുമാണെന്ന് അവർ പഠിപ്പിച്ചു. യഥാർത്ഥ അറിവ് ഭൗതിക മണ്ഡലത്തിന്റെ മിഥ്യാധാരണകളെ മറികടക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഐക്യം. ഉപനിഷത്തുകൾ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധത്തിനും ഐക്യത്തിനും ഊന്നൽ നൽകി. ആത്മസാക്ഷാത്കാരത്തിന്റെ ഉപാധിയായി ഉപനിഷത്തുകൾ ധ്യാന പരിശീലനത്തിന് ഊന്നൽ നൽകി. ദ സ്പിരിച്വൽ ടീച്ചിങ്. Spiritual teaching. The Upanishad provided spiritual teaching that aimed at guiding individuals towards self-realization and liberation, moksha. They offered insight into the nature of the divine, the path to enlightenment, and the importance of meditation and self-discipline. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധിയായി ഉപനിഷത്തുകൾ ധ്യാന പരിശീലനത്തിന് ഊന്നൽ നൽകി. സത്യം, അഹിംസ, അനുകമ്പ, ആത്മനിയന്ത്രണം തുടങ്ങിയ മൂല്യങ്ങൾ സദാചാരവും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് കണക്കാക്കപ്പെട്ടു. ഉപനിഷത്തുകൾ പുനർജന്മം എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് ആത്മാവ് വിവിധ ഭൗതിക ശരീരങ്ങളിൽ ഒന്നിലധികം ജനനങ്ങൾക്കും മരണങ്ങൾക്കും വിധേയമാകുമെന്ന് സൂചിപ്പിച്ചു. ജീവിതത്തിന്റെ തുടർച്ചയെക്കുറിച്ചുള്ള ഈ വിശ്വാസം മുൻകാല ജീവിതത്തിൽ ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണെന്ന് മനസ്സിലാക്കാനും ഭാവി ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്കും അവസരം അനുവദിച്ചു. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നു. ഉപനിഷത്തുകൾ അവരുടെ പഠിപ്പിക്കലുകൾ അറിയിക്കാൻ പലപ്പോഴും മിസ്റ്റിക് പ്രതീകാത്മക ഭാഷ ഉപയോഗിച്ച് പരമ്പരാഗത ഭാഷയിലൂടെ പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ അവർ രൂപകങ്ങളും ഉപമകളും വിരോധാഭാസങ്ങളും ഉപയോഗിച്ചു. Metaphysics. The Upanishad delved into metaphysical questions, seeking to understand the fundamental nature of existence, the universe, and the interplay between the physical and the spiritual realms. Ethical and morality. Ethics and morality. The Upanishad emphasized the importance of ethical and moral values. They discussed principles such as non-violence, truthfulness, compassion, and self-control, guiding individual towards righteous and virtuous life. ഹൈന്ദവ തത്വചിന്തയുടെ പുരാതന ഗ്രന്ഥമായ ഉപനിഷത്ത് അസ്തിത്വത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഭൗതികവും ആത്മീയവുമായ മേഖലകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന സ്വഭാവം അനാവരണം ചെയ്യുന്നതിനായി മെറ്റാഫിസിക്കൽ ചോദ്യങ്ങൾ പരിവേഷണം ചെയ്തു. ഈ ഗഹനമായ പഠിപ്പിക്കലുകൾ ബോധത്തിന്റെ സ്വഭാവം, സ്വയം, ആത്യന്തിക യാഥാർത്ഥ്യം എന്നിവയിലേക്ക് ആഴ്ന്നിറങ്ങി. ഉപനിഷത്തുകൾ മെറ്റാഫിസിക്സിന് പുറമെ ധാർമ്മികതയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകി. ധാർമ്മികമായ പെരുമാറ്റത്തിലേക്കും ധാർമ്മിക മൂല്യങ്ങളിലേക്കും വ്യക്തികളെ നയിക്കുകയും സദാചാരവും നീതിയുക്തവുമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ഗ്രന്ഥത്തിൽ ഊന്നിപ്പറയുന്നു. Rituals and sacrifices. While the Upanishad questioned the efficacy of external rituals and sacrifices, they also provided insight into the symbolic significance and the deeper spiritual meaning behind them. Self-inquiry and reflection. The Upanishad encouraged individuals to engage in self-inquiry,
introspection and deep reflection on the nature of the self and reality. They emphasize the importance of questioning and seeking knowledge through personal experience. Mystic and esoteric teaching. The Upanishad contain mystical and esoteric teaching that aimed at revealing hidden truth and deeper layers of reality. They explore the nature of consciousness, the role of intuition, and mystical experiences of enlightened being. പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾക്ക് നിരവധി പ്രധാന വിഷയങ്ങളും സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു. ബാഹ്യമായ ആചാരങ്ങളുടെയും യാഗങ്ങളുടെയും ഫലപ്രാപ്തി അവർ ചോദ്യം ചെയ്തു. അതേസമയം അവയുടെ പിന്നിലെ ആഴത്തിലുള്ള പ്രതീകാത്മക പ്രാധാന്യവും പര്യവേക്ഷണം ചെയ്തു. ഉപനിഷത്തുകൾ സ്വയം അന്വേഷണത്തിനും പ്രതിഫലനത്തിനും ഊന്നൽ നൽകി. വ്യക്തിപരമായ അനുഭവത്തിലൂടെ ചോദ്യം ചെയ്യാനും അറിവ് നേടാനും വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചു. അവയിൽ നിഗൂഢമായ പഠിപ്പിക്കലുകളും അടങ്ങിയിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ബോധത്തിന്റെ സ്വഭാവം പര്യവേക്ഷണം ചെയ്യുകയും ചെയ്തു. ഉപനിഷത്തുകൾ പുതിയ വ്യാഖ്യാനങ്ങളും ഉൾക്കാഴ്ചകളും നൽകിക്കൊണ്ട് മുൻകാല വേദസാഹിത്യവുമായി ഇടപഴകിയിരുന്നു. ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ ഭാഗമായി അവ പ്രാഥമികമായി അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. വേദാന്തം, യോഗ, സാഖ്യം തുടങ്ങിയ ചിന്താധാരകൾക്ക് അടിത്തറയിട്ട ഉപനിഷത്തുകൾ ഇന്ത്യൻ തത്വചിന്തയിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ തത്വചിന്തയുടെയും ആത്മീയതയുടെയും പഠനത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളായി അവ ബഹുമാനിക്കപ്പെടുന്നത് തുടരുന്നു. Interaction with Vedic literature. The Upanishad engaged with the earlier Vedic literature, offering new interpretations and insight into the Vedic hymn and rituals. Oral transmission. The teachings of the Upanishad were primarily transmitted orally from teacher to student, forming part of the ancient Guru-Shishya tradition. Influence on Indian philosophy. The Upanishad had a profound influence on the development of Indian philosophy, providing the foundation for school of thought like Vedanta, Yoga and Sankhya. They constitute to be revered as important texts in the study of philosophy and spirituality in India. വേദപാരമ്പര്യത്തിൻ്റെ ആചാരങ്ങളായ വശങ്ങളെ അനുരഞ്ജിപ്പിക്കാനും മറികടക്കാനും ശ്രമിച്ചുകൊണ്ട് വേദസ്തുതികളിലേക്കും ആചാരങ്ങളിലേക്കും പുതിയ ഉൾക്കാഴ്ചകളും വ്യാഖ്യാനങ്ങളും വാഗ്ദാനം ചെയ്തു. ഉപനിഷത്തുകളുടെ പ്രധാന വശങ്ങളിലൊന്ന് അവയുടെ വാക്കാലുള്ള സംപ്രേക്ഷണമാണ്. ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഠിപ്പിക്കലുകൾ പ്രാഥമികമായ അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇത് പുരാതന ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഉപനിഷത്തുകൾ ഇന്ത്യൻ തത്വചിന്തയുടെ വികാസത്തിൽ അഗാധമായി സ്വാധീനം ചെലുത്തി. വേദാന്തം, യോഗ, സാഖ്യ എന്നിവ ഉൾപ്പെടെ വിവിധ ചിന്താധാരകൾക്ക് അവർ അടിത്തറയിട്ടു. മൊത്തത്തിൽ ഉപനിഷത്തുകൾ മുൻകാല വൈദിക സാഹിത്യത്തിനും പുരാതന ഇന്ത്യയിലെ തത്വചിന്തയുടെ വികാസത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചു. പുതിയ കാഴ്ചപ്പാടുകളും വ്യാഖ്യാനങ്ങളും വാഗ്ദാനം ചെയ്തു. വേദപാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉയർത്തുകയും തുടർന്നുള്ള ദാർശനിക വിദ്യാലയങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്തു. മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ്. Guru Shishya tradition. In ancient India, the teaching method was based on the Guru Shishya tradition. Oral transmission. The teachings were predominantly transmitted orally, with the teacher reciting and explaining the text and the student listening and memorizing the teaching. Emphasis on personal connection, individualized instruction, practical learning. The teaching method involved a combination of theoretical knowledge and practical teaching, questioning and discussion. Students were encouraged to ask questions and engage in discussion to deepen their understanding. Moral and ethical education. Alongside academic instruction, the teacher instilled moral and ethical values in the students. They emphasized the importance of character development, integrity and social responsibility. Role modeling. Teachers served as role models for students, embodying the qualities and values they sought to impart. They demonstrated good behavior, discipline and dedication to inspire and motivate the students. Individual progress and growth. The teacher closely monitored the progress of each student and provided feedback and guidance for improvement. Lifelong relationship. The student-teacher relationship extended beyond the period of formal education.